نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് നാം ആരാധിക്കേണ്ടത് എന്നും ആ റബ്ബിനെ മാത്രമാണ് നാം സൂക്ഷിക്കേണ്ടത് എന്നും അതുകൊണ്ട് തന്നെ കുടുംബബന്ധങ്ങളുടെ വിഷയത്തിൽ പ്രത്യേകം സൂക്ഷ്മത പാലിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയം നമ്മളെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്നും മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്നും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും വാക്കുകൾ നേരെ ചൊവ്വയാക്കണമെന്നും അങ്ങനെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി തരുകയും പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യുമെന്നും ആരാണോ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നത് അവരാണ് വമ്പിച്ച വിജയം പ്രാപിച്ചവർ എന്നും ഉണർത്തുന്ന 5ഓളം ആയത്തുകളാണ് നാം കേട്ടത്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുവാനും അപ്രകാരം തന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ മനുഷ്യനേറെ വിഷമമുണ്ടാക്കുന്ന, മനുഷ്യനേറെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രയാസമാണ് മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. ഒരു മനുഷ്യനെ അവന്റെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചാൽ, അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിവ് സംഭവിച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷം ആ മുറിവ് ഉണങ്ങി ആ വേദന മാറും. പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിന് മുറിവുണ്ടായാൽ, മനസ്സിന് ഏതെങ്കിലും രൂപത്തിലുള്ള വേദനകൾ ഉണ്ടായാൽ ആ വേദനകൾ വിട്ടുമാറുവാൻ വളരെ പ്രയാസമാണ്.
പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഒരുപാട് മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ, ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഞാൻ. അതല്ലെങ്കിൽ നാം തന്നെ പലപ്പോഴും പല ആളുകളെ അഭിസംബോധന ചെയ്ത് പറയാറുണ്ട്, ഇന്ന വ്യക്തി, ഇന്നയാൾ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അയാൾ ജീവിക്കുന്നത്, ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനുമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് എന്ന് തുടങ്ങി നാം പല ആളുകളെ പറ്റിയും പലപ്പോഴായി പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മളിലും ഒരുപാട് വേദന അനുഭവിക്കുന്നവർ ഉണ്ടാകാം. പുറത്ത് ചിരിയുമായി ഉള്ളിൽ ഒരുപാട് വേദനകളെ കടിച്ചമർത്തി ജീവിക്കുന്നവർ നമ്മളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളായിക്കോട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളായിക്കോട്ടെ, ക്ലേശങ്ങളായിക്കോട്ടെ, ഇതിനുള്ള പരിഹാരം റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കലുണ്ട് എന്നതാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. നാം ഇന്ന് അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിനുള്ള പരിഹാരം റബ്ബ് സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി നൽകിക്കൊണ്ട് സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നാം പരിഹാരം തേടേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുമാകണം. അതിനായി നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് സൃഷ്ടിച്ചവനായ റബ്ബിനെ തിരിച്ചറിയുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ യഥാവത് തിരിച്ചറിയുന്നതിലൂടെ, ആ റബ്ബിനെ മനസ്സിലാക്കുന്നതിലൂടെ അവൻ അനുഭവിക്കുന്ന മനപ്രയാസങ്ങളിൽ നിന്നും അവൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നും വിഷാദ രോഗങ്ങളിൽ നിന്നുമെല്ലാം അവന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ്. അതിനായി റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99ഓളം നാമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99ഓളം നാമങ്ങളുണ്ട്. 100ൽ നിന്നും ഒന്ന് കുറഞ്ഞ് 99ഓളം നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. മൻ അഹ്സാഹ, ആരാണോ അത് ഹൃദയസ്ഥമാക്കുന്നത്, മനഃപ്പാഠമാക്കുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയാസങ്ങൾക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമമായിട്ടുള്ള ബന്ധം? നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എന്ന പേരുണ്ട് എങ്കിൽ അതിനർത്ഥം കേവലം പരമകാരുണ്യകൻ എന്നത് മാത്രമല്ല. നാം നമ്മുടെ മലയാള ഭാഷയിൽ പറയുന്ന പരമകാരുണ്യകൻ എന്ന ഒരു യഥാർത്ഥമായ ഒരു അർത്ഥത്തിൽ ആ പേര് ഒതുങ്ങുന്നില്ല. മറിച്ച് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങൾക്കും വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. ഓരോ നാമത്തിനും അതിൻ്റെതായ നാമ ഗുണവിശേഷങ്ങളുണ്ട്. അപ്പോൾ എന്റെ റബ്ബ് സമീആണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, എന്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഞാൻ എന്റെ പ്രയാസങ്ങൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പറയുമ്പോൾ, എന്റെ റബ്ബ് ആ പ്രയാസങ്ങളെ കേൾക്കുന്നു, എന്റെ റബ്ബ് ആ പ്രാർത്ഥനയെ കേൾക്കുന്നു, എന്റെ റബ്ബ് ബസീറാണ്, എല്ലാം കാണുന്നവനാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, എന്റെ പ്രയാസങ്ങളെ ആ റബ്ബ് കാണുന്നു, എന്റെ റബ്ബ് അലീമാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുമ്പോൾ, എന്റെ മനസ്സിനുള്ളിൽ ആരാരും അറിയാതെ ഒളിഞ്ഞു നിൽക്കുന്ന പ്രയാസങ്ങളെ എന്റെ റബ്ബ് അറിയുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നതിലൂടെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുമെന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി അവന്റെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരത്തെ കണ്ടെത്തേണ്ടത് റബ്ബിൽ നിന്നുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ റഅദിലെ 28ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, വിശ്വസിച്ചവരായ ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ അവരുടെ ഹൃദയത്തിന് സമാധാനത്തെ കണ്ടെത്തുന്നത്, അവർ അവരുടെ ഹൃദയത്തെ സമാധാനപ്പെടുത്തുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടാണ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് അവർ അവരുടെ ഹൃദയത്തെ, വിശ്വാസികളുടെ ഹൃദയത്തെ സമാധാനപ്പെടുത്തുന്നത്. അലാ ബിദിക്രില്ലാഹ്, നിങ്ങൾ അറിയണേ, നിശ്ചയം അലാ ബിദിക്രില്ലാഹി തുമഇന്നുൽ ഖുലൂബ്, ഹൃദയം സമാധാനപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മ കൊണ്ടാണ് എന്ന് സൂറത്തുൽ റഅദിലെ 28ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ഹൃദയങ്ങളിലെ പ്രയാസത്തെ അകറ്റുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിനെ മറക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളിലേക്കാണ് ഇന്ന് പല ആളുകളും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മക്കളിൽ നിന്നും, ഭാര്യയിൽ നിന്നും, അതല്ലെങ്കിൽ അടുത്ത കുടുംബക്കാരിൽ നിന്നും, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളിൽ നിന്നുമെല്ലാം ഏതെങ്കിലും രൂപത്തിലുള്ള മനപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളിലേക്കാണ് ആളുകൾ ഓടിയടുക്കുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നവരെ പറ്റിയല്ല, മറിച്ച് കൗൺസിലർമാരെ പോലെയുള്ള, മോട്ടിവേഷൻ സ്പീക്കർമാരെ പോലെയുള്ള ആളുകളുടെ മുമ്പിൽ അവരുടെ പ്രയാസങ്ങളെ പറയുകയും അവർ പറയുന്ന പരിഹാരത്തെ സ്വീകരിച്ച് അങ്ങനെ സമാധാനത്തെ കണ്ടെത്തുന്നവരാണ് ഇന്ന് പല ആളുകളും. പക്ഷെ നാം മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങൾ പറയേണ്ടത് റബ്ബിന്റെ മുമ്പിലാണ്. ആ റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ്, ആ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ്, അങ്ങനെയാണ് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും നാം ഓരോരുത്തരും പരിഹാരത്തെ കണ്ടെത്തേണ്ടത് എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന മനസ്സ് എന്നുള്ളത് ജീവിച്ച ഒരു മനസ്സാണ്. അള്ളാഹുവിനെ ഓർക്കാത്ത മനസ്സ് എന്നുള്ളത് മരിച്ച മനസ്സ് പോലെയാണ്. അള്ളാഹുവിനെ സദാസമയം ഓർക്കുന്ന മനസ്സിന് മാത്രമേ എന്തൊക്കെ രൂപത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിനെ താങ്ങുവാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനെ ഓർക്കാത്ത മനസ്സിന് ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ പോലും വല്ലാതെ തളർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥമായി അറിയുന്നതിലൂടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അതിന് നമുക്കുണ്ടാകേണ്ടത് യഥാർത്ഥമായ തൗഹീദാണ്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലും അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്തിലും അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിലും നാം അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കും പുറമെയുള്ള അതെല്ലാവരും തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മറ്റുള്ളവർ ആരാധിക്കുക എന്നത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് വലിയൊരു പാപമാണ് എന്ന് മനസ്സിലാക്കുകയും ആരാധിക്കാൻ അർഹൻ അള്ളാഹു മാത്രമാണ് എന്നും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ആ റബ്ബിനോട് മാത്രമേ തേടാവുള്ളൂ എന്നും നാം അങ്ങനെ അള്ളാഹു മനസ്സിലാക്കുമ്പോൾ, ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ്. എനിക്ക് ജീവിക്കുവാൻ ആവശ്യമായ സുഖസൗകര്യങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും എല്ലാം ഒരുക്കി തരുന്നത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, റുബൂബിയ്യത്തിൽ വിശ്വസിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമഗുണ വിശേഷങ്ങളെ മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ്. അപ്രകാരമാണ് പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും ഫിർഔന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിർഔൻ ആട്ടി ഓടിച്ച് അങ്ങനെ ഓടി ചെങ്കടലിന്റെ മുമ്പിൽ അവർ വന്ന് നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മൂസ, നമ്മളിൽ എന്ത് ചെയ്യും? ചക്രവാളം നിറച്ചുകൊണ്ട് കടന്നു വരുന്ന ഫിർഔനിന്റെ ഭടന്മാരും പിറകിലുണ്ട്. മുന്നിലേക്ക് നോക്കുമ്പോ വിശാലമായി കിടക്കുന്ന കടലാണ്. മൂസ, നമ്മളിൽ എന്ത് ചെയ്യും? നാം ഫിർഔന്റെ പിടിയിൽ അകപ്പെടുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന റബ്ബി സയഹ്ദീൻ, നിശ്ചയമായും എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചിട്ട് കൊടുത്തില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മുശ്രിക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഹിറാ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാവുകയാണ്. എങ്ങാനും അവരുടെ കയ്യിൽ നമ്മൾ അകപ്പെടുമോ നബിയെ? അവർ നമ്മളെ കാണുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അല്ലാഹുവുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥമായി വിശ്വസിച്ചതിലൂടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥമായി അംഗീകരിച്ചതിലൂടെ ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനത്തെ ഇറക്കി കൊടുക്കുന്നതായി സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനം ആവേണ്ടത്. അതുകൊണ്ട് തന്നെ സദാസമയം അള്ളാഹുവിനെ ഓർക്കുവാൻ, എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്തൊക്കെ ക്ലേശങ്ങൾ നാം അനുഭവിച്ചാലും ആ റബ്ബിലേക്ക് തവക്കുലാക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാവുക. അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ
ജാറങ്ങളുടെ മുമ്പിൽ, മഖബറകളുടെ മുമ്പിൽ, അതുപോലെ തന്നെ ബീവിമാരുടെ മുമ്പിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ നമ്മുടെ വിഷമങ്ങളെ പ്രതിഷ്ഠ വെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ് ആ പ്രയാസങ്ങൾക്കുള്ള പരിഹാരത്തെ കണ്ടെത്തുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ വിശ്വാസിയാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനായ, എല്ലാം കാണുന്നവനായ, കേൾക്കുന്നവനായ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ, തിന്മകൾക്ക് മഗ്ഫിറത്ത് നൽകുന്നവനായ റബ്ബ് പോലെ നിന്റെ അടിമക്ക് അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി എന്ന പ്രഖ്യാപനമായിരിക്കണം പ്രിയപ്പെട്ടവരെ നാം ഏവരും ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും എല്ലാം പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും മാത്രം നാം പ്രതീക്ഷിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. അല്ലാഹുവിനെ ഓർക്കുന്നവനും അല്ലാഹുവിനെ ഓർക്കാത്തവനെ പറ്റിയുള്ള ഉപമ എന്നുള്ളത് മരിച്ചവനെ പോലെയും അതുപോലെ തന്നെ ജീവിക്കുന്നവനെ പോലെയാണെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയം ഓർക്കുന്നതിലൂടെ അവന്റെ മനസ്സിന് ജീവൻ ഉണ്ടാവുകയും അവന്റെ പ്രയാസങ്ങൾ അവനെ ചെറുതായി തോന്നുകയും അങ്ങനെ അവന്റെ മനസ്സിന് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹുവിനെ ഓർക്കാത്തവന് അവന്റെ പ്രയാസങ്ങളെല്ലാം വലുതായി തോന്നുകയും അവൻ ഒറ്റപ്പെടുന്നതായി അവനക്ക് തോന്നുകയും അങ്ങനെ അവന്റെ പ്രയാസങ്ങളിൽ അവനക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് സദാസമയം അല്ലാഹുവിനെ ഓർക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. നാം ചെയ്ത തിന്മകളാണ് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അവിവേകം കാണിച്ചവരായ ആളുകൾ, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല കേട്ടോ. കുന്നോളം മലക്കണക്കിന് പാപങ്ങളുമായി നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് അതിനൊക്കെ ഇരട്ടിയായി മഗ്ഫിറത്തുമായി വരാം. നിങ്ങൾ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കാം. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ അതിയായി സ്നേഹിക്കുന്നു എന്നതിനുള്ള അടയാളമാണ് ഖുർആനിലൂടെ ധാരാളമായി ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് നമുക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്റെ അടിമ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിയായി ആഗ്രഹിക്കുന്നു. എന്റെ അടിമ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരിൽ നിന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാകുമ്പോൾ എന്തിനാണ് മറ്റുള്ളവരിലേക്ക് നാം ഓടുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള പ്രയാസങ്ങൾക്കുള്ള പരിഹാരം നൽകിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചാൽ, ഫലാ ഗാലിബ ലക്കും, ഒരാൾക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം നൽകിയാൽ, ഫലാ ഗാലിബ ലക്കും, പിന്നെ നിങ്ങളെ തോൽപ്പിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഖുർആനിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുമ്പിലും തല കുനിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാം നമ്മുടെ പ്രയാസങ്ങളെ പറയുക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നെപ്പറ്റി എന്റെ അടിമകൾ ചോദിച്ചാൽ നീ പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്ന് പറയണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നവരായ ആളുകൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്നും നീ അവരോട് പറയണം നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരായ ആളുകൾ, ജീവിതത്തിൽ തിന്മകൾ ചെയ്തവരായ ആളുകൾ, അവർ ആ തിന്മകളെ മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്തിഗ്ഫാർ നൽകും, അവർക്ക് മഗ്ഫിറത്ത് നൽകും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാതെ ആരാണ് അവർക്ക് പുറത്തു തരുവാൻ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സറിയുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന റബ്ബ് നമുക്കുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ, ആരാരുമില്ല എന്ന് തോന്നുമ്പോൾ ഈ ഒരു ആയത്ത് നമുക്കെന്നും സമാധാനമാകണം. ആരൊക്കെ നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ ഒറ്റപ്പെടുത്തുകയില്ല, നിന്റെ റബ്ബ് നിന്നെ വേദനിപ്പിക്കുകയില്ല എന്ന ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നമുക്കെന്നും സമാധാനമാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ആ റബ്ബിന്റെ മുമ്പിലാണ് നാം പറയേണ്ടത്. ആ റബ്ബിനോടുള്ള സ്മരണ കൊണ്ട് ആ സമാധാനം, ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരത്തെ കണ്ടെത്തുവാനും ഹൃദയത്തെ സമാധാനപ്പെടുത്തുവാനും നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء نبينا محمد وعلى آله وصحبه أجمعين اتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ സ്വഹാബി ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനെതിരിൽ നിന്നും ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വരികയാണ്. ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ നടന്നു വന്ന് മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന് അടുത്തെത്തുമ്പോൾ മഹാനായ സ്വഹാബി ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, എത്ര വർഷമായി യാത്ര തുടങ്ങിയിട്ട്, എത്ര നാളായി യാത്ര തുടങ്ങിയിട്ട് എന്ന് ആ മനുഷ്യനോട് സ്വഹാബി ചോദിച്ചപ്പോൾ ആ മനുഷ്യന് സ്വഹാബി ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലായി. ആ മനുഷ്യൻ പറഞ്ഞു, 60 വർഷമായി ഞാൻ ജീവിക്കുന്നു, എനിക്ക് 60 വർഷമായി, എനിക്ക് 60 വയസ്സായി. മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് താങ്കൾ ജീവിക്കുവാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നതായിരുന്നു. അപ്പോൾ മഹാനായ സ്വഹാബി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാവരും അള്ളാഹുവിൽ നിന്നുമാണ്, അള്ളാഹുവിലേക്ക് ആണ് ഞാൻ മടങ്ങേണ്ടത് എന്ന് മഹാനായ സ്വഹാബി പറഞ്ഞു. ഇതിന്റെ അർത്ഥം അറിയാത്ത ആ മനുഷ്യൻ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സ്വഹാബി അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, വമൽ ഹീല, എന്താണ് തന്ത്രം, എന്താണ് മാർഗം? 60 വർഷം ഞാൻ ജീവിച്ചിട്ട്, 60 വർഷം ഈ ഭൂമി ലോകത്ത് ഞാൻ ജീവിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ, ആ റബ്ബിനെ ഒന്ന് ആരാധിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വരാനിരിക്കുന്ന പരലോകത്ത് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്താണ് എന്ന് ആ മനുഷ്യൻ സ്വഹാബിയോട് ചോദിക്കുമ്പോൾ മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മളാ വമാ ബഖിയ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നല്ലത് ചെയ്യുവാനും നേരത്തെ ചെയ്തു പോയ തിന്മകളിൽ നിന്നും ഇസ്തിഗ്ഫാർ തേടുവാനും തയ്യാറാകുമ്പോൾ നിന്റെ കഴിഞ്ഞു പോയതും വരാൻ ഉള്ളതുമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതാക്കി തീർക്കും. ഫഇന്നക ഇൻ അസഅത ഫീമാ അഖദ്ത ബിമാ മളാ വമാ ബഖിയ. ഇനി അതല്ല, വീണ്ടും അല്ലാഹുവിനെ മറന്നുകൊണ്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ, വീണ്ടും നീ ചെയ്ത തിന്മകളിലൂടെ തന്നെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും നിന്നെ പിടികൂടുന്നതാണ് എന്ന് മഹാനായ സ്വഹാബി ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ യാത്രയിൽ ഒരുപാട് തിന്മകൾ ഞാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ തിന്മകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് ആ തിന്മകളെ പൊറുപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകും. അപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ യഥാർത്ഥമായ രൂപത്തിൽ അല്ലാഹുവിനെ വിശ്വസിച്ചവരായ ആളുകൾക്ക്, തഖ്വ കൈക്കൊണ്ടവരായ ആളുകൾക്ക് മാത്രമാണ് വിജയത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത്തഖില്ലാഹ് ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിന്നെ വഴിപിഴപ്പിക്കുവാൻ ഒരു ശൈത്വാൻ കൂടെയുണ്ട് എന്നതിനാൽ ഏത് സമയത്തും നീ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കച്ചവടത്തിലും ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും കുടുംബത്തിലും തുടങ്ങി സദാസമയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ മാത്രമാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. മാത്രമല്ല, നാം അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ നാം വസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അൻ മസ്തറഅ അഹഫിദ ദാലിക അം ضيع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ, എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അഹഫിദ ദാലിക, അതിനെ സംരക്ഷിച്ചോ, അതിനെ ഉപയോഗപ്പെടുത്തിയോ, അം ضيع, അതല്ല അതിനെ നഷ്ടപ്പെടുത്തിയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുക മക്കളുടെ വിഷയമാണ്. കാരണം മക്കളെ പരിചരിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ വളർത്തുക എന്നുള്ളത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മക്കളുടെ വിഷയത്തിൽ ചോദിക്കും എന്നതാണ്, അതിന്റെ വിഷയത്തിൽ ചോദ്യമുണ്ടാകും എന്നതാണ്. അവരുടെ തൗഹീദും അവരുടെ ഈമാനും അവരുടെ കൂട്ടുകെട്ടും അവരുടെ നമസ്കാരങ്ങളും തുടങ്ങി മക്കളുടെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളായ ആളുകൾക്ക് ചോദ്യമുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയുടെ കാലൊന്നും ജസ്റ്റ് ചലിപ്പിക്കാൻ പോലും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളിലുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ. അതിൽ 4ാമത്തെ ഒരു കാര്യമാണ് വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, അവന്റെ ആരോഗ്യത്തെ, അവന്റെ ശരീരത്തെ എന്തിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളുടെ വിഷയത്തിൽ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തുവാൻ തയ്യാറാവുക. ഈ ഒരു കാലത്തിന്റെ അപകടത്തെ നാം മനസ്സിലാക്കുക. പല രൂപത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ലിബറലിസത്തെയും LGBT-യെയും നമ്മുടെ മക്കളിലേക്ക് ഇൻജക്ട് ചെയ്യുവാനും അതേപോലെ തന്നെ ഈ ഒരു തലമുറയെ, ഈ ഒരു കുടുംബ ബന്ധത്തെ തകർക്കുവാനും പല രൂപത്തിലുള്ള ആളുകൾ അത് കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും മാതാപിതാക്കളായ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പിഴവ് എന്നുള്ളത്, നാം പത്രങ്ങളിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും രൂപത്തിലുള്ള കേസുകൾ കാണുമ്പോൾ, മയക്കുമരുന്നോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ നാം നമ്മുടെ മക്കളെ അതിയായി വിശ്വസിച്ചു പോകുന്നു എന്നതാണ് പലപ്പോഴും നമ്മളെ പിന്നീട് വിഷമത്തിലാക്കുന്നത്. ഒരിക്കലും എൻ്റെ മകൾ ഒരിക്കലും അതിനുണ്ടാവുകയില്ല എന്ന് നാം അതിയായി വിശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മക്കളും അതിനുണ്ടാകും. ആ ഒരു വിശ്വാസം നമ്മുടെ മക്കളിൽ നാം അശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള തിന്മകളിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നതോടൊപ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാമും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുവാനും ഇത്തരത്തിലുള്ള കെണിയിൽ നിന്നും അവരെ കൂടി രക്ഷപ്പെടുത്തുവാനും ഞാനും നിങ്ങൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കെണിയിൽ നിന്നും നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ പള്ളിയുടെ ഒരു ഷീറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തികം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം നാം ഈ പള്ളിക്ക് വേണ്ടി നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ സ്വതക്കകളും ദാനധർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റബ്ബേ നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന കാലത്തോളം നിനക്കിഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുവാനും അപ്രകാരം തന്നെ മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുവേ, നാളെ ഖബറിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ആളുകളിൽ അല്ലാഹുവേ നീ ഞങ്ങളെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കണം നാഥ.
അല്ലാഹുവേ, നാളെ പരലോകത്ത് നിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് റബ്ബേ നീ നിന്റെ തണൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.